യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യും. ആണ്ടുവട്ടം 7ാമത്തെ ആഴ്ച ചൊവ്വാഴ്ച. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 9ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്നാണ് ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട്. ഇന്നിന്റെ ലോകം എടുത്തു നോക്കുമ്പോൾ എല്ലാവരെയും വലിയവനാകണം, മുന്നേറണം എന്നൊരു ചിന്തയോടുകൂടി ജീവിക്കുന്ന ഈ ഒരു കാലയളവിൽ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന ചിന്ത. വചനഭാഗം വായിക്കുമ്പോൾ തന്റെ 12 ശിഷ്യന്മാരും ഇടയ്ക്ക് വെച്ച് തർക്കിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുനാഥൻ അവരോട് പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എല്ലാവരിലും അവസാനത്തെ ആളും എല്ലാവരുടെ ശുശ്രൂഷകനുമായി ഇരിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, ഒരു ശിശുവിനെ എടുത്തു വെച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. യേശുക്രിസ്തു ഇത് പറയുവാനുള്ള കാരണം, നമ്മുടെയൊക്കെ ഇടയിൽ ഒരു ശിശു എന്ന് പറയുമ്പോൾ ആ ഒരു ശിശുവിന് ആരും തന്നെ ഒരു വലിയ വില കൽപ്പിക്കാറില്ല. ഒരു നിയമവും അവൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവനെ കൊണ്ട് എനിക്ക് ഒന്നും ആവുകയില്ല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാനും നിങ്ങളും ഒരു ശിശുവിനെയും സ്വീകരിക്കാറില്ല. എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നത് അപ്രകാരമല്ല. ആരെങ്കിലും ഈ ശിശുവിനെ പോലും സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അവനാണ് വലിയവൻ എന്നാണ് കർത്താവ് പറഞ്ഞു വെച്ചത്. നമ്മുടെയൊക്കെ ചിന്ത അത് തന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുവാനായിട്ട് ആർക്കാണോ കഴിയുന്നത് അവനായിരിക്കും സ്വർഗരാജ്യത്തിലെ വലിയവൻ. ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ചിലരൊക്കെ വലിയവരായിക്കൊള്ളട്ടെ, എന്നാൽ സ്വർഗരാജ്യത്തിൽ എത്തിപ്പെടുമ്പോൾ അവനായിരിക്കും ഏറ്റവും ചെറിയവൻ. എന്തുകൊണ്ടെന്നാൽ ആരൊക്കെയാണോ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത്, ഒരുപോലെ സ്വീകരിക്കുന്നത്, അവനായിരിക്കും സ്വർഗരാജ്യത്തിലെ വലിയവൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, ശിശുവിനെ പോലെ, അതായത് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.